ഹലോ, ഇത് കണ്ട പുട്ടുപൊടിയാന്നൊക്കെ തോന്നില്ലേ? എന്നാൽ സംഭവം അതൊന്നുമല്ല കേട്ടോ, ബ്രെഡാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് യൂസ് ചെയ്തിട്ട് കേക്ക് ഡെക്കറേഷനെ പറ്റി 1-2 ഐറ്റംസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ല ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഒറ്റ ഐറ്റം മതി. ബ്രെഡ് ഇല്ലാത്ത വീട് ഉണ്ടാവില്ല എന്ന് പറയാമല്ലോ. അപ്പോൾ പിന്നെ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കളറും ഉണ്ടാവില്ല കയ്യിൽ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബ്രെഡിൽ മുമ്പ് ചെയ്ത പോലെ തന്നെ മിൽക്ക് അല്ലെങ്കിൽ വെള്ളം ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ചപ്പാത്തി മാവും അല്ലെങ്കിൽ ഈ ഫോണ്ടൻ്റൊക്കെ പരത്തിയാൽ കുഴച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫോം ബോൾസ് എടുക്കുക. അതിൽ നമ്മുടെ കേക്ക് ഓർഡറൊക്കെ ഏതാണ് കിട്ടുന്നത് അതിനനുസരിച്ച് കളറൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഇതുപോലെ എൻജോയ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പൂണിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തത്. പിന്നെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്. പിന്നെ ഈ ഒരു കളർ എന്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു മൾട്ടി കളറാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതിൽ ഗ്രീൻ കളർ ആഡ് ചെയ്തത് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടാണ് ആ ഒരു മൾട്ടി കളറിൻ്റെ ഒരു ഫിനിഷിങ് എനിക്കത് കിട്ടാഞ്ഞത്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തരാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ കേക്കിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു ബോളിന് അത്ര വലിയ പെർഫെക്ഷനൊന്നും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് ഒരു സമയം ഏതാണെങ്കിലും വേണ്ടില്ല എനിക്ക് പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറേ ചെയ്ത് വന്നപ്പോൾ പിന്നെ എനിക്ക് ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ഫിനിഷിംഗ് ഒന്നും പിന്നെ ഞാൻ നോക്കാൻ പോയില്ല. സംഭവം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.